ഇന്നത്തെ എൻ്റെ യാത്ര എൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിൻ്റെ അവസാനമാണ്. സാഹചര്യം ശരിയല്ല, സാമ്പത്തികം ശരിയല്ല, പിന്നെയാവട്ടെ വേറൊരു ദിവസം പോകാം, അങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാകാം. എങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റിവെക്കാനിരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അതൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അതുപോലത്തെ എൻ്റെ ഒരു മാറ്റിവെച്ച സ്വപ്നമാണ് ഞാൻ ഇന്ന് സാക്ഷാത്കരിക്കുന്നത്. അതെ, ചക്രമുടി കയറുക. 7200 സ്ക്വയർ ഫീറ്റുള്ള 1200 അടിയോളം വരുന്ന ചക്രമുടി പീക്ക്. ഞാനും നിങ്ങളെപ്പോലെ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ സമയമായില്ല എന്ന് കരുതി മാറ്റിവെച്ചൊരു കാര്യമാണ്. പക്ഷേ എനിക്കത് കയറിയേ പറ്റൂ. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. മൂന്നാറിനെ നീല പുതയ്ക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് അവിടുത്തെ നീലക്കുറിഞ്ഞികൾ. നമ്മളവിടെ കയറുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫും സബ്മിറ്റ് ചെയ്ത് അവരെ കാണിച്ചതിന് ശേഷം മാത്രമേ നമുക്കിവിടെ കയറാനായിട്ട് പെർമിഷനുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ തീർന്നു പോകുമല്ലോ, വിശക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസിൽ ബിങ്കോ പോലുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കയറ്റി വിടാനായിട്ട് അവർ തയ്യാറായിട്ടില്ല. പ്ലാസ്റ്റിക് വസ്തുക്കളോ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും അവർ കയറ്റി വിടില്ല. കുറച്ച് വെള്ളം മാത്രം നമുക്ക് എടുത്ത് കയറാം. എങ്കിലും ഞാൻ എൻ്റെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ച കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കയറി. നിങ്ങൾക്കറിയാമോ, ഈ ചക്രമുടിക്ക് ഏകാന്ത ഭീമൻ എന്ന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. നമ്മൾ ഓരോ മല കയറി ചെല്ലുമ്പോഴും ഓരോരോ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ്. ആദ്യത്തെ മല കയറി ചെന്നപ്പോഴേക്കും ഗ്യാപ്പ് റോഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ കാഴ്ച കാണാനായിട്ട് പറ്റി. പക്ഷേ എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും. നമ്മൾ മലയൊക്കെ കയറി കുറേ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു ഫോറസ്റ്റ് കാണാം. 1 കിലോമീറ്ററോളം നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നടക്കണം. എനിക്ക് തോന്നുന്നു ഗൈഡ് ഇല്ലാതെ വരുന്ന ഫോറിനേഴ്സ് ഒരു പക്ഷേ നമ്മളിപ്പോൾ കയറി വന്ന വഴിയിൽ കുറേ ഫോറിനേഴ്സ് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മടുത്തിട്ട് പോകുന്നവരുണ്ട്, ടൈമില്ല എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്, പക്ഷെ വഴി ശരിക്കും മനസ്സിലാകാതെ പോയവരും ഉണ്ടാക്കൂടെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങവരെ സത്യത്തിൽ ചക്രമുടി പീക്ക് എന്ന് പറയുന്നത് ഒരുപാട് ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ. നമുക്ക് താഴെ നിന്ന് ഇൻസ്ട്രക്ഷൻ തരുന്നത് 3 കിലോമീറ്റർ എന്നാണ്. പക്ഷെ നമ്മളൊരു 5 കിലോമീറ്റർ താണ്ടിയാൽ മാത്രമേ നമുക്ക് ചക്രമുടി പീക്കിലെത്താനായിട്ട് പറ്റുള്ളൂ. അത് എല്ലാ ഫോറിനേഴ്സും അത് എല്ലാവർക്കും ഒന്നും അറിയില്ല. അത് കാരണം അവർ തിരിച്ചു പോകും. പക്ഷേ ഇങ്ങനെ ഒരു സ്പോട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ കയറി കഴിയുമ്പോഴത്തേക്കിനും ചക്രമുടി മല എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്പോട്ടാണിത്. ഇതിനുള്ളിലൂടെ പോയാൽ നമുക്ക് വളരെയധികമായിട്ട് പേടിയും ഭയവും ഒക്കെ വരുന്നൊരിതാണ്. അവിടെ വഴി അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ മരത്തിൽ ഒരു റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വരുന്ന വഴിയിൽ മിക്കയിടത്തും കെട്ടി വെച്ചിട്ടുള്ള റിബണാണ്. ചെടി കാണുമ്പം ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെള്ളമില്ല. മറ്റേന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ടുംകരയിലൊക്കെ ഇവിടെ വൈറ്റ് കളറിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഇതടിച്ചിട്ട് ഇതാകുമ്പോൾ സ്റ്റാച്ചു മാതിരി നമുക്കിവിടെ വൈറ്റ് കളർ വരും. അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ടാറ്റു ഇതായിരുന്നെന്നാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇത് നമ്മൾ വെച്ചിട്ട് കുറേ കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാടിൻ്റെ ഇടവഴി കൂടെയാണ് ഈ വരുന്നത്. ഈ കാണുന്നത് ഇരുതല മൂരിയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇരുതല മൂരിയാണ്, 2 തലയുള്ള പാമ്പ്. വിഷപ്പാമ്പുകളും ഇവിടെ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ പുല്ലിൻ്റെ ഇടയിലൂടെ എല്ലാം ഈ എഴഞ്ഞു പോകുന്നത് കാണാം. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ളവന്മാർ പറഞ്ഞത് അത് അരണയാണെന്നാണ്. പക്ഷെ അരണയല്ല, പാമ്പും ഇതിനകത്തുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ചു വരിക. നമ്മളിവിടെ കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ ഇവർ തരും. അതായത് നമുക്ക് ഇവിടുന്ന് പൂക്കളോ കാര്യങ്ങളോ ഒന്നും പറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇപ്പം നമ്മളിങ്ങോട്ട് കയറി വന്ന സമയത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയൊരു ഫോറിൻ ഗസ്റ്റ് പറഞ്ഞത് അവർക്ക് ഒരു ഡോഗ് ഗൈഡിനെ കൂടെ അവർ വിട്ടു എന്നുള്ളതാണ്. എനിക്കറിയില്ല, നമ്മൾ ചെന്നപ്പോൾ അങ്ങനെ ഡോഗ് ഗൈഡ് വന്നിട്ടില്ല. ഇനി ചിലപ്പം ഡോഗ് ഗൈഡ് അവിടെ ഉണ്ടാവും, നമുക്കൊന്ന് ചെന്നിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനിയും വേറെ നമ്മുടെ തെരുവ് നായ വല്ലവരുടെ പുറകെ കയറി വന്നുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചാണോന്നും അറിയത്തില്ല. എന്തായാലും അതുപോലെ തന്നെ ഇവിടെ ചെടികളൊന്നും പറിക്കരുതെന്ന് പറഞ്ഞു. നമ്മളൊരു വിരലിൻ്റെ അത്രയും പോലും ഉള്ള ചെടികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നീലക്കുറിഞ്ഞിയുടെ ആണെന്ന് തോന്നുന്നു, ചെറിയ കുറ്റി ചെടികൾ നിൽപ്പുണ്ട്. നീലക്കുറിഞ്ഞി പൂവില്ല, പക്ഷെ അതിൻ്റെ ചെടികളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ അതിപ്പോഴൊന്നും പൂക്കില്ല. പൂത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ചക്രമുടി മനം ഫുള്ളായിട്ടും നീലക്കുറിഞ്ഞിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പൂവൊക്കെ പറിക്കാനായിട്ട് ഒന്നും ഇല്ല ഇതിനകത്ത്. പിന്നെന്ന് വെച്ചാൽ ഇതിനകത്ത് വരയാടുകളെ കാണാൻ കഴിയുമെന്നാണ്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ വന്നപ്പോൾ വരയാടിനെ ഒന്നും കണ്ടില്ല. നമ്മളിൻ്റെ ഹയസ്റ്റ് പീക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരയാടിൻ്റെ കാട്ടം കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അത് വരയാടിൻ്റെ തന്നെയാണോ എന്ന് നമുക്കറിയത്തില്ല. എന്നാലും വരയാടിനെ ഒന്നും
നമ്മൾ കണ്ടില്ല, വേറെ മൃഗങ്ങളെ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. വരയാടിനെ നല്ല വേറൊരു മൃഗങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് കയറുമ്പം അവിടെ കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പൊ അവര് നമ്മളുടെ അടുത്ത് ഫസ്റ്റ് ഇതിന്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 500 ആണ്. നമ്മളുടെ കേരളീയർക്ക് ഇന്ത്യൻസിന് 500, ഫോറിനേഴ്സിന് 800, അങ്ങനെയാണ് അവിടുത്തെ ചാർട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ 500 രൂപയ്ക്കുള്ളതൊന്നും ഇല്ലെന്ന് പറഞ്ഞാല് നമുക്ക് അവര് ഗൈഡ് വിട്ട് തരും. പക്ഷെ നമ്മൾ എന്തായാലും ഗൈഡ്, നിങ്ങളിപ്പോ ഗൈഡ് എടുത്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ആ ഒരു മല മാത്രമേ കാണിക്കുള്ളൂ. അവിടെ ഒരു കുരിശടിയുണ്ട്, ആ ഒരു മല മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇതിന്റെ പീക്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഗൈഡ്, എല്ലാ ഗൈഡ്സും ഒന്നും നമ്മളെ ഗൈഡ് ചെയ്യില്ല. അപ്പൊ 500 നമ്മൾ അവിടെയും ഫീ അടച്ച് പിന്നെ നമ്മൾ ഗൈഡിനും കൂടെ പൈസ കൊടുക്കുമ്പോഴത്തേക്കിന് നല്ല റേറ്റ് ആകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഗൈഡ് ഇല്ലാതെ വന്നോളുക. കാരണം ഇതിലെ നമുക്ക് വഴി കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഗൈഡ് ഇല്ലാതെ വന്നാൽ വഴിയിൽ ഇങ്ങനെ വരികയും ചെയ്യാം. അതുപോലെ തന്നെ 500 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല സത്യത്തില്. ഇനി നമ്മൾക്ക് ഇവിടുന്ന് കയറ്റി വിടണം എന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം നമ്മൾ 500 രൂപ കൊടുക്കുന്നതാണ്. നമ്മളിപ്പം ചക്രമുടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ഒരു 3ാമത്തെ മലയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അതായത് ഇറങ്ങി വരുമ്പോ 3ാമത്തെ മല. അത് അങ്ങ് കാണുന്നത് കോട കൊണ്ടിപ്പം മൂടി അങ്ങ് കാണുന്ന ആ വലിയ മലയിലാണ് നമ്മളിപ്പോ ഇറങ്ങി വന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ആ മല കയറി എന്നുള്ളത്. അതുപോലെ നമുക്കത്രയും ഇത്രയല്ല നമ്മൾ കയറിയത്. ഇനി അങ്ങോട്ട് കിലോമീറ്റർ കിടക്കുവാണ്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും നമ്മൾ അങ്ങനെ കയറി എന്നുള്ളത്. നമ്മളിപ്പോ വന്ന കാട് അതാണ്, അത്രയും ഭാഗത്തെ ആ വനമാണ് നമ്മൾ കണ്ടത്. ഇത് കുരിശടിയാണ്. നമ്മൾ ഈ മൂന്നാറിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കുരിശ് ഹൈറ്റിൽ നിൽക്കുന്നതാണ്. ഇത് നമ്മുടെ ക്രിസ്മസിന്, അതുപോലെ തന്നെ ഈസ്റ്ററിന്, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇത് ഫ്രീ ഓപ്പൺ ആണ്. കാരണം നമ്മളിപ്പോൾ 500 രൂപ കൊടുത്താണ് വന്നത്. ആ സമയത്ത് ഇത് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് കയറി വരാം. ഇവിടെ കുരിശടി ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കുരിശേ ഉള്ളൂ, വേറൊന്നും ഇല്ല. വേറെ കുരിശുകൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചക്രമുടി വിശേഷങ്ങൾ. എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് പോയതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ കാണുന്ന നീലക്കുറിഞ്ഞി ചെടി ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് പൂത്തേക്കാം എന്ന് ഇവിടെയുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത മാസം തന്നെ മാക്സിമം വന്നോളൂ. അപ്പോൾ പുതിയ യാത്രയിൽ കാണാം. ബൈ.